20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീന ശക്തിയുള്ള നേതാക്കളിൽ ഒരാൾ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഫൈസൽ രാജാവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയുമോ? ഒരു ഗോത്ര സമൂഹത്തെ അവരുടെ പാരമ്പര്യങ്ങളെ ഒട്ടും കൈവിടാതെ തന്നെ ഒരു ആഗോള ശക്തിയാക്കി അദ്ദേഹം മാറ്റി. അതാണ് ഫൈസൽ രാജാവ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ ആധുനിക സൗദിയുടെ ശില്പി എന്ന് വിളിക്കുന്നത് അല്ലേ? ഇസ്ലാമിക മൂല്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ എങ്ങനെയാണ് പുരോഗതിയിലേക്ക് നയിച്ചത്? നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ, വെറും 11 വർഷം, 1964 മുതൽ 75 വരെ, ഈ ഒരു ചെറിയ കാലയളവിലാണ് ഒരു മധ്യകാല രാജ്യം പോലെ ഉണ്ടായിരുന്ന ഒന്നിനെ ഇന്നത്തെ ഒരു മോഡേൺ ഗ്ലോബൽ പവറാക്കി മാറ്റാനുള്ള അടിത്തറ അദ്ദേഹം പാകിയത്. ശരിക്കും ഒരു പാലം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭരണം. അറിയോ, നേതാക്കളെ ജനിക്കുന്നതല്ല, അവരെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്ന് പറയാറില്ലേ? ഫൈസൽ രാജാവിൻ്റെ കാര്യത്തിൽ അത് അക്ഷരാർത്ഥത്തിൽ ശരിയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ മാറ്റം, ആ ഒരു ലീഡർഷിപ്പിലേക്കുള്ള വളർച്ച തുടങ്ങിയത് വളരെ ചെറുപ്പത്തിൽ തന്നെയായിരുന്നു. ഒന്ന് നോക്കിക്കേ, വെറും 13 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ലണ്ടനിലേക്ക് ഒരു നയതന്ത്ര സംഘത്തെ നയിക്കുന്നത്. അതും യൂറോപ്പ് സന്ദർശിക്കുന്ന ആദ്യത്തെ സൗദി രാജകുടുംബാംഗം. സ്വന്തം മകൻ്റെ കഴിവിൽ അദ്ദേഹത്തിൻ്റെ പിതാവിന് എന്തൊരു വിശ്വാസമായിരുന്നിരിക്കണം അല്ലേ? പിന്നെ അങ്ങോട്ട് നോക്കൂ, 16 വയസ്സിൽ സൈനിക കമാൻഡർ, 20 വയസ്സിൽ വൈസ്രോയ്, 24 വയസ്സിൽ രാജ്യത്തെ ആദ്യത്തെ വിദേശകാര്യമന്ത്രി. ഓരോ പദവിയും ഭാവിയിലേക്കുള്ള ഓരോ ചവിട്ടുപടിയായിരുന്നു എന്ന് തന്നെ പറയാം. പക്ഷേ ഈ പദവികളെല്ലാം ഉണ്ടായിരുന്നെങ്കിലും രാജാവിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ യാത്ര അത്ര എളുപ്പമുള്ള ഒന്നായിരുന്നില്ല. പൂക്കൾ വിരിച്ച വഴിയൊന്നുമായിരുന്നില്ല അത്. കാരണം രാജ്യം വളരെ വലിയ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് അദ്ദേഹം ശരിക്കും രംഗത്തേക്ക് വരുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു കോൺട്രാസ്റ്റ് ശരിക്കും കാണാൻ പറ്റും. ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ സഹോദരൻ സൗദ് രാജാവ്. രാജ്യത്തിന് എണ്ണയിൽ നിന്ന് നല്ല വരുമാനമൊക്കെയുണ്ട്, പക്ഷേ അമിതമായ ചെലവും കെടുകാര്യസ്ഥതയും കാരണം ഖജനാവ് കാലിയാകുന്ന ഒരവസ്ഥ. മറുവശത്ത് ഫൈസൽ രംഗത്തേക്ക് വരുന്നു 1958. അദ്ദേഹം ആദ്യം ചെയ്തതെന്താ? കർശനമായ സാമ്പത്തിക അച്ചടക്കം കൊണ്ടുവന്നു. രാജകുടുംബാംഗങ്ങളുടെ അലവൻസുകൾ വരെ വെട്ടിക്കുറച്ചു. സ്വാഭാവികമായും ഇത് രാജകുടുംബത്തിൽ വലിയ അധികാര തർക്കങ്ങൾക്കും കാരണമായി. ഇതിലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു സൈനിക അട്ടിമറിയൊന്നും ആയിരുന്നില്ല. മറിച്ച് രാജകുടുംബാംഗങ്ങളും മതപണ്ഡിതന്മാരും എല്ലാവരും കൂടെ ഒരുമിച്ചെടുത്തൊരു തീരുമാനമായിരുന്നു. രാജ്യത്തെ രക്ഷിക്കാൻ ഇത് വേണം എന്നൊരു സമവായത്തിലേക്ക് അവരെത്തുകയായിരുന്നു. അങ്ങനെ 1964 നവംബർ 2 ഒരു തുള്ളി രക്തം പോലും ചിന്താതെ ഫൈസൽ സൗദി അറേബ്യയുടെ രാജാവായി. അപ്പോൾ രാജാവായി, ഇനി എന്ത്? ഫൈസൽ വെറുതെ ഇരിക്കാൻ തയ്യാറായിരുന്നില്ല. രാജ്യത്തെ അടിമുടി മാറ്റിമറിക്കാൻ പോന്ന ശരിക്കും വിപ്ലവകരമായ ഒരു പദ്ധതി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. സൗദിയുടെ ചരിത്രം തന്നെ മാറ്റി എഴുതാൻ പോകുന്ന ഒരു പ്ലാൻ. ഇതിനെ പത്തിനം പരിപാടി എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതായിരുന്നു ആധുനിക സൗദിയുടെ രൂപരേഖ. ഒരു ആധുനിക രാജ്യത്തിന് വേണ്ടതെല്ലാം ഇതിലുണ്ട്. നോക്കൂ, ഖുറാനും സുന്നത്തും അടിസ്ഥാനമാക്കിയുള്ള ഒരു ഭരണ നിയമം, പ്രവിശ്യാ ഭരണത്തിനുള്ള സംവിധാനം, സ്വതന്ത്രമായ കോടതികൾ, എന്തിനാണ് പെൻഷനും തൊഴിലില്ലായ്മ വേതനവും പോലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികൾ വരെ. ഇത് വെറും പ്രഖ്യാപനങ്ങൾ മാത്രമായിരുന്നില്ല, ശരിക്കും രാജ്യത്തിൻ്റെ ഭാവിക്ക് വേണ്ടിയുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആയിരുന്നു. എന്നാൽ ഈ പരിഷ്കാരങ്ങളിൽ ഏറ്റവും വിപ്ലവകരമായത്, ഏറ്റവും ധീരമായത് എന്ന് പറയാവുന്നത് അടിമത്തം നിർത്തലാക്കിയതായിരുന്നു. ഒന്നാലോചിക്കണം, നൂറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ഒരു സിസ്റ്റമാണ് ഒറ്റയടിക്ക് അദ്ദേഹം ഇല്ലാതാക്കിയത്. അതിന് വലിയ രാഷ്ട്രീയ ഇച്ഛാശക്തി തന്നെ വേണം. വെറുതെ നിർത്തലാക്കുക മാത്രമല്ല, സമാധാനപരമായ ഒരു മാറ്റം ഉറപ്പാക്കാൻ മുൻ അടിമ ഉടമകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം വരെ നൽകി. വളരെ ബുദ്ധിപരമായ ഒരു നീക്കമായിരുന്നു അത്. പുരോഗതിക്ക് വേണ്ടി പാരമ്പര്യത്തെ വെല്ലുവിളിക്കാനും അദ്ദേഹം മടിച്ചില്ല. 2 പ്രധാന ഉദാഹരണങ്ങൾ പറയാം. ഒന്ന്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം. യാഥാസ്ഥിതികരുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പുണ്ടായിട്ടും അദ്ദേഹം അതിൽ ഉറച്ചു നിന്നു. രണ്ടാമത്തേത്, ദേശീയ ടെലിവിഷൻ. 1965 സൗദിയിൽ ആദ്യമായി TV സംപ്രേഷണം തുടങ്ങി. അതിന് വിദ്യാഭ്യാസത്തിനും ദേശീയ ഐക്യത്തിനുമുള്ള ഒരു ടൂളായിട്ടാണ് അദ്ദേഹം കണ്ടത്. ഈ 2 തീരുമാനങ്ങളും അന്ന് വലിയ കോളിളക്കമുണ്ടാക്കിയെങ്കിലും സൗദി സമൂഹത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു എന്ന് പറയാം. അപ്പോൾ രാജ്യത്തിനകത്ത് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ ലോകവേദിയിലും സൗദിയെ ഒരു പ്രധാന ശക്തിയാക്കി മാറ്റാൻ ഫൈസൽ രാജാവ് ശ്രമിച്ചുകൊണ്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ നയതന്ത്രം സൗദിയെ ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ സെൻട്രൽ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ, ലോകം ഇന്നും ഓർക്കുന്ന ഒരു നയതന്ത്ര നീക്കം തുടങ്ങിയത് ഒരു ചോദ്യത്തിൽ നിന്നാണ്: എണ്ണ.
വെറുമൊരു കച്ചവട വസ്തുവായ എണ്ണയെ ഒരു രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ പറ്റുമോ? ഉത്തരം അതെ എന്നായിരുന്നു. 1973 എണ്ണ പ്രതിസന്ധി. യോം കിപ്പൂർ യുദ്ധത്തിൽ ഇസ്രായേലിനെ പിന്തുണച്ച പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരെ സൗദിയുടെ നേതൃത്വത്തിൽ അറബ് രാജ്യങ്ങൾ എണ്ണ ഉപരോധം ഏർപ്പെടുത്തി. അതിന്റെ ഇമ്പാക്റ്റ് എന്തായിരുന്നെന്നറിയാമോ? ആഗോള എണ്ണവില ഒറ്റയടിക്ക് 4 ഇരട്ടിയായി. ബാരലിന് $3 നിന്ന് $12. അതോടെ ലോകം മുഴുവൻ തിരിച്ചറിഞ്ഞു, സൗദി അറേബ്യ ഒരു സാമ്പത്തിക ശക്തി മാത്രമല്ല, അതിശക്തമായ ഒരു രാഷ്ട്രീയ ശക്തി കൂടിയാണെന്ന്. പക്ഷേ ഈ ഉപരോധത്തിന് പിന്നിൽ വെറും സാമ്പത്തിക ലക്ഷ്യങ്ങൾ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ പ്രശസ്തമായ ആ വാക്കുകൾ അത് വ്യക്തമാക്കുന്നുണ്ട്. പലസ്തീൻ ഞങ്ങൾക്ക് എണ്ണയേക്കാൾ വിലപ്പെട്ടതാണ്. അതൊരു ശക്തമായ രാഷ്ട്രീയ പ്രഖ്യാപനമായിരുന്നു. ഈ ധീരമായ നിലപാടിന്റെ ഫലമായിട്ടാണ് 1974 ടൈം മാഗസിൻ അദ്ദേഹത്തെ മാൻ ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തത്. ആലോചിച്ചു നോക്കൂ. അങ്ങനെ തൻ്റെ അധികാരത്തിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിൽ ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഒരു നേതാവായി അദ്ദേഹം നിൽക്കുമ്പോഴാണ് ആ ദുരന്തം സംഭവിക്കുന്നത്. 1975 മാർച്ച് 25 ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഫൈസൽ രാജാവ് സ്വന്തം അനന്തരവനാൽ കൊട്ടാരത്തിൽ വെച്ച് വധിക്കപ്പെട്ടു. ഒരു കുവൈറ്റ് പ്രതിനിധി സംഘത്തെ സ്വീകരിക്കുന്ന സമയത്തായിരുന്നു ആ അപ്രതീക്ഷിതമായ ആക്രമണം. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, എന്തിനായിരുന്നു ആ കൊലപാതകം? പല തിയറികളുമുണ്ട്. ഏറ്റവും പ്രധാനമായി വിശ്വസിക്കപ്പെടുന്നത് അതൊരു പ്രതികാരമായിരുന്നു എന്നാണ്. ടെലിവിഷൻ സംപ്രേഷണം തുടങ്ങിയ സമയത്ത് നടന്ന ഒരു പ്രതിഷേധത്തിൽ കൊലയാളിയുടെ സഹോദരൻ കൊല്ലപ്പെട്ടിരുന്നു. അതിനുള്ള പ്രതികാരം. വേറെയും ചില തിയറികൾ, അതായത് വിദേശ ഏജൻസികളുടെ പങ്ക് പോലെയുള്ളവ പറയുന്നുണ്ടെങ്കിലും അതിനൊന്നും വ്യക്തമായ തെളിവുകളില്ല. ഫൈസൽ രാജാവ് ഈ ലോകം വിട്ടുപോയി. പക്ഷെ അദ്ദേഹം കെട്ടിപ്പൊക്കിയ ആ പൈതൃകം ഇന്നും സൗദി അറേബ്യയിൽ നിലനിൽക്കുന്നു. നോക്കൂ, അദ്ദേഹം തുടക്കമിട്ട വനിതാ വിദ്യാഭ്യാസം ഇന്ന് ദശലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാൻ അത് വഴിയൊരുക്കി. അദ്ദേഹത്തിന്റെ പഞ്ചവത്സര പദ്ധതികൾ രാജ്യത്തിന്റെ വികസനത്തിന്റെ നട്ടെല്ലായി. OIC പോലെയുള്ള സംഘടനകളിലൂടെ മുസ്ലിം ലോകത്തിന്റെ നേതാവായി സൗദിയെ അദ്ദേഹം മാറ്റി. പിന്നെ ഏറ്റവും പ്രധാനമായി എണ്ണയെ വെറുമൊരു ചരക്കിൽ നിന്ന് തന്ത്രപ്രധാനമായ ഒരു രാഷ്ട്രീയ ആസ്തിയാക്കി മാറ്റിയതും ഫൈസൽ രാജാവാണ്. അവസാനമായി ഒരു ചോദ്യം: എങ്ങനെയാണ് ഒരൊറ്റ നേതാവിന് ഇത്രയും ആഴത്തിലുള്ള പാരമ്പര്യങ്ങളെയും അതേസമയം തന്നെ വിപ്ലവകരമായ മാറ്റങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? പാരമ്പര്യവും പുരോഗതിയും തമ്മിലുള്ള ആ ഒരു പോരാട്ടം, അതിൽ നിന്ന് ഇന്നത്തെ ലോകത്തിന് എന്ത് പഠിക്കാനാകും? ഫൈസൽ രാജാവിൻ്റെ ജീവിതം നമുക്ക് മുന്നിൽ വയ്ക്കുന്ന ഏറ്റവും വലിയ ചോദ്യം ഒരുപക്ഷെ ഇതായിരിക്കും.